അമ്മേ അമ്മേ ദാ അച്ഛൻ വന്നു. മോളെ അച്ഛാ മോളെ മോനെ മോനെ അമ്മേ ഇപ്പോഴാ ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. ദാ, മോൾ എത്ര നേരമായിട്ട് അച്ഛനെ കാത്തിരിക്കാന്നറിയോ? കേറി വാ മോനെ, വാ. വാ. എന്തിനാ നീ ഏട്ടത്തി കരയുന്നേ? ഒരു കുഴപ്പമില്ലാതെ അനുവേട്ടൻ തിരിച്ചു വന്നില്ലേ? ഏട്ടനെയും കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞതല്ലേ. ഇനി അനുപേട്ടന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആരും ഇങ്ങോട്ട് വരില്ല. മീരേ അനുപേട്ട, ഏയ് കരയല്ലേ, ഞാനിങ്ങ് വന്നില്ലേ. മതി മോളെ കരഞ്ഞത്. ഒരു കുഴപ്പമില്ലാതെ നിന്റെ ഭർത്താവിനെ ഇവരിങ്ങ് തിരിച്ചു കൊണ്ടു തന്നില്ലേ? എനിക്ക് വേണ്ടി അച്ഛനും സച്ചി ഒരുപാട് കഷ്ടപ്പെട്ടു. എന്ത് കഷ്ടപ്പെട്ടു ഈ പറയുന്നേ? ഞാൻ എത്ര തീ തിന്നറിയാവോ? ഓരോ സമയത്തും മോൾ അച്ഛൻ വരാത്ത എന്താന്ന് ചോദിച്ച് കരയുമ്പോ അവളെ സമാധാനിപ്പിക്കാൻ വാക്കുകളില്ലാതെ ഞാൻ എത്ര കഷ്ടപ്പെട്ടു. അവളുടെ അച്ഛൻ എവിടെയാണ് ഞാൻ എങ്ങനെ പറയും? ഏതൊക്കെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. നീ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിരുന്നെങ്കിൽ ഇതിനു മുൻപേ തന്നെ അനുപേട്ടനെ ജാമ്യത്തിലിറക്കി കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. നീ എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ മനഃപൂർവ്വം അനൂപിനെ ജാമ്യത്തിൽ ഇറക്കാതിരുന്നു എന്നാണോ നീ പറയുന്നത്? ആണോന്ന്? സത്യം അത് തന്നെയല്ലേ? സച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്റെ അനൂപേട്ടനെ ബലിയാടാക്കി. ഇത്രയും ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടന്നതും പിന്നെ ആ ഗുണ്ടകളിൽ നിന്ന് തല്ലി വാങ്ങിയതിനും എല്ലാത്തിനും കാരണം ഇവളാ. മീരേ, ദൈവദോഷം പറയരുത്. ഇവരെ നീ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ പോലീസ് ലോക്കപ്പിൽ കിടന്നത് എന്റെ കുറ്റം കൊണ്ടാ, അല്ലാതെ ഇവരൊന്നും ചെയ്തിട്ടല്ല. എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇവരെടുത്ത റിസ്ക് എത്രമാത്രമാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ചും ഗർഭിണിയായിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ വേറെ ആരായാലും ഇങ്ങനൊന്നും ചെയ്യില്ല. സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാ ഇവരെന്നെ രക്ഷപ്പെടുത്തിയത്. സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി അനുപേട്ടൻ കള്ളൊന്നും പറയണ്ട. നെല്ലിശ്ശേരിയിലും ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം അർച്ചന തന്നെയാ. നീ എന്തിനാ മീര ഇവരെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഇവരെന്ത് ചെയ്തിട്ടാ? ആ പെണ്ണ് മരിച്ചത് അനൂപിന്റെ വണ്ടി ഇടിച്ചിട്ടല്ലേ? അതിന് നീ എന്തിനാണ് ഇവരെ കുറ്റപ്പെടുത്തുന്നത്? അമ്മ വേണ്ട. മീരടുത്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ കൊണ്ടാ എടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്കത് മനസ്സിലാവും. അതിലൊന്നും എനിക്കൊരു വിഷമമില്ല. എന്റെ മാനസികാവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ല. സത്യം എന്താണെന്ന് എനിക്കും അറിയണം. നിനക്ക് എന്താടി അറിയാവുന്നത്? ഇവരെ രണ്ടുപേരെയും പ്രസവിച്ചത് ഞാനാ.
എന്റെ മക്കൾ തമ്മിൽ പരസ്പരം ചതിക്കത്തില്ല. ഇവനെയും കൊണ്ട് തിരിച്ചു വരുമെന്ന് അച്ഛൻ പറഞ്ഞിട്ട് പോയത് നിന്നോട് കൂടിയല്ലേ? വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഇവരെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. മറ്റാരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എന്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധത്തിന് സച്ചി വരെ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങി. എന്നെയും ധനുഷിനെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സച്ചിയെയും ആ ഗുണ്ടകളെ പിടിച്ചു കെട്ടി കൊല്ലാൻ നോക്കി. നീ ഇവിടെ ഇരുന്ന് കരഞ്ഞതല്ലേ ഉള്ളൂ. പക്ഷെ അച്ചു ചെയ്തത് അങ്ങനെയല്ല. എനിക്ക് വേണ്ടി ഓടി നടന്നതും വക്കീലിനെ വെച്ച് ജാമ്യത്തിൽ ഇറക്കിയതും പിന്നെ എന്നെ ഇങ്ങനെ ജീവനോടെ നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയതും അച്ചുവും സച്ചിയും നടത്തിയ പരിശ്രമം കൊണ്ട് മാത്രമാ. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് മനസ്സിലാക്ക്. ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ഇനി ഇവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചാലേ ഞാൻ കൈയും കെട്ടി നോക്കിയെന്നൊന്നും വരില്ല. കൂടപ്പിറപ്പിനെ രക്ഷിക്കാൻ അച്ഛൻ ഇത്രയെങ്കിലും ചെയ്തു. സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ നീ എന്താണ് ചെയ്തത്? എന്തെങ്കിലും ചെയ്തോ? ഇവിടെ ഇരുന്ന് കരയാനും നിലവിളിക്കാനും എല്ലാവർക്കും പറ്റും. ആ സമയത്ത് എന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടന്നതാ ഇവര് രണ്ടുപേരുവാ. അത് മറന്ന് മറ്റാരുടെയെങ്കിലും വാക്ക് കേട്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ഒന്നായി. ഞാനും ആണല്ലോ വന്ന് കേറിയവള്. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്ന് എനിക്കറിയാം. മീരേ, വേണ്ടമ്മേ, അവളെ തിരുത്താൻ നിങ്ങളാരും മെനക്കെടണ്ട. അവളോട് ഞാൻ സംസാരിച്ചോളാം. വേണ്ട ഏട്ടാ, ഇതിന്റെ പേരിൽ ഏട്ടനിനി മീരടുത്തോട് ഒരു വഴക്കിനും പോണ്ട. ഏട്ടനെ കാണാതെ പാവ ഇവിടെ ഇരുന്ന് അനുഭവിച്ച ടെൻഷൻ എത്രയാന്ന് എനിക്കറിയാം. അവന്തിയടുത്തിയുടെ വാക്ക് കേട്ടിട്ടാ മീരടുത്തി അർച്ചനെ തെറ്റിദ്ധരിച്ചത്. എനിക്ക് മീരടുത്ത് ഇങ്ങനൊന്നും പറയില്ല. സത്യം എന്താണെന്ന് എല്ലാവരെക്കാളും കൂടുതൽ അറിയാവുന്നത് അനുവേട്ടന് തന്നെയല്ലേ. അതുകൊണ്ട് വേറെ ആരും ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിൽക്കേണ്ട കാര്യമില്ല. ഇവിടെ മീരടുത്തി മാത്രം സമാധാനിപ്പിച്ചാൽ മതി. പക്ഷേ നെല്ലിശ്ശേരിയിൽ ഞങ്ങൾക്കിനി ആർക്കൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നറിയോ? എനിക്ക് ആരോടും ഒന്നും ബോധിപ്പിക്കാനില്ല. അതിപ്പോ നെല്ലിശ്ശേരിയിലായാലും ഇവിടെ ആയാലും. സത്യം അനുപേണ്ണറിയാം. എനിക്കത് മതി. അനുപേട്ട, ഇന്നിനി എനിക്ക് വേണ്ടി ഒരു വാക്ക് പോലും മീരടുത്തിയോട് പറയരുത്. എല്ലാം ഒന്ന് ശാന്തമായി സമാധാനമായിട്ട് വരുമ്പോൾ മാത്രം എഴുത്തിയോട് സംഭവിച്ച കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അതുവരെ ഒന്നും പറയാൻ പോകണ്ട. സത്യം മനസ്സിലാക്കുമ്പോൾ തന്നെ താൻ ഇതെല്ലാം മാറിക്കോളും. ഇപ്പം ഏട്ടൻ ചെന്ന് വിശ്രമിക്കാം. മോളെ, അച്ഛനെ വിളിച്ചോണ്ട് പോ. വാ അച്ഛാ. അമ്മേ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. ഇപ്പൊ തന്നെ ഇറങ്ങുവാണോ? അത് പറ്റില്ല. എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. ഞാൻ ചെന്നെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് വെക്കാം. ഒന്നും വേണ്ട അമ്മ, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നെല്ലിശ്ശേരിയിലെത്തണം. ധനുഷിപ്പോ അവിടെ എത്തി കാണും. ഇതിന്റെ ബാക്കി ഇപ്പൊ ധനുഷിനായിരിക്കും കിട്ടാൻ പോകുന്നത്. സത്യത്തില് ഞങ്ങളെക്കാൾ കൂടുതൽ അനുവേട്ടനെ രക്ഷിക്കാൻ ത്യാഗം സഹിച്ചത് ധനുഷ. ആ ഗുണ്ടകള് ധനുഷിനെ ഒരുപാട് തല്ലി. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ ധനുഷ് ഞങ്ങളോടൊപ്പം നിന്നു. അതിനേക്കാളൊക്കെ വലിയൊരു വിചാരണ ധനുഷിന് നെല്ലിശ്ശേരിയിൽ നേരിടേണ്ടി വരും. എന്തൊക്കെ പറഞ്ഞാലും ഭക്ഷണം കഴിക്കാതെ ഞാൻ നിങ്ങളെ വിടത്തില്ല. അതിനല്ല ഒരു പിടി ചോറ് കഴിക്കാൻ ഇതിന് മാത്രം സമയം വേണോ? ഞാനിപ്പോ എടുത്തു വെക്കാം. മക്കളിരിക്കും. വാ മോളെ. അമ്മ, സച്ചിൻ ഞാനിപ്പോ വരാം.
ഒന്ന് നിന്നേ. എവിടെയായിരുന്നു ഇതുവരെ? ഈ പരിക്കുകളൊക്കെ ധനുഷിന് എങ്ങനെ പറ്റിയതാ? ആരാ ധനുഷിനെ ഉപദ്രവിച്ചേ? നന്നായിട്ട് നേരത്തെ തീരുമാനിച്ചത് ടൂറിന് പോവാണെന്നല്ലേ ധനുഷ് എന്നോട് പറഞ്ഞേ. ഇപ്പൊ ആരുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങി വന്നതുപോലെ ഉണ്ടല്ലോ. സ്നേഹ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ ടൂറിന് പോയതല്ല. അർച്ചനടുത്തിന്റെയും സച്ചേട്ടന്റെയും കൂടെ അനൂപനെ രക്ഷിക്കാൻ പോയതാ. ഇത് ധനുഷ് എന്റെ കയ്യിൽ ചോദിച്ചു വാങ്ങിയതാ. നിങ്ങൾ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയല്ലേ? എനിക്കെല്ലാം മനസ്സിലായി. വലിയ ധീരകൃത്യം ചെയ്തിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? അനൂപേണ്ണ രക്ഷിക്കാൻ പോയി പോലും. അയാൾ നിങ്ങളുടെ ആരാ? സ്നേഹ, അങ്ങനൊന്നും ചോദിക്കരുത്. വലിയ ധീരകൃത്യം ചെയ്തിട്ടല്ലേ നിന്റെ ഭർത്താവ് വന്നിരിക്കുന്നത്. അതിന് തല്ലുകയാണോ? അഭിനന്ദിക്കല്ലേ വേണ്ടത്? മതി. ഈ അവസ്ഥയിൽ ധനുഷിനെ ഇനി വിചാരണ ചെയ്യാൻ നിൽക്കണ്ട. അപ്പൊ ഇന്നലെ രാത്രി ഒരു സംഘം ഗുണ്ടകൾ ഇവിടെ കയറി വന്ന് നമ്മളെല്ലാം വിചാരണ ചെയ്തതോ? നീ കാരണം ആ ഗുണ്ടകൾ ഇവിടെ കയറി വന്ന് ഞങ്ങളെല്ലാം ഉപദ്രവിച്ചു. പെട്രോൾ വെച്ച് കത്തിക്കാൻ നോക്കി. അച്ഛനോട് ഇന്ന് വരെ ഒരാളും എതിർത്തൊരു വാക്ക് പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു രാത്രി മുഴുവൻ അച്ഛൻ ഈ വീട്ടിൽ തടവിലായിരുന്നു. അറിയോ നിനക്ക്? ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമായിരുന്നു ഇവിടെ. അച്ഛാ, ഇവിടെ നടന്നതിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷെ സച്ചേട്ടനും അർച്ചനടുത്തിയും അനൂപേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോ എനിക്ക് ഒഴിഞ്ഞുമാറി നിൽക്കാൻ തോന്നിയില്ല. അനൂപേട്ടനെ രക്ഷിക്കാൻ പോരുതെന്ന് സ്നേഹ എന്നെ വിലക്കിയിരുന്നതാ. പോവില്ലെന്ന് ഞാൻ അവൾക്ക് സത്യം ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പിന്നെ എന്തിനാ പോയത്? അപ്പൊ പിന്നെ സ്നേഹയുടെ വാക്ക് പറഞ്ഞിട്ട് അത് തെറ്റിച്ചത് നീയല്ലേ? എന്റെ ഭർത്താവിന് എന്തെങ്കിലും പറ്റിയ നഷ്ടം എനിക്ക് മാത്രമാ. എനിക്ക് തന്ന വാക്ക് തെറ്റിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. ഇതിനെല്ലാത്തിനും കാരണം അർച്ചനയെടുത്തിയ. അല്ലാതെ പിന്നെ ആര്? അച്ഛനെ ആ ഗുണ്ടകൾ തല്ലിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ നെല്ലിശ്ശേരി വീടിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു അപമാനം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും എനിക്കതിന്റെ ഷോക്കിൽ നിന്ന് മാറാൻ പറ്റിയിട്ടില്ല. എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ മക്കളെ ഇന്ന് വരെ ആരും ഉപദ്രവിച്ചിട്ടില്ല. ഇന്നലെ അതും സംഭവിച്ചു. ഒന്നും ചെയ്യാൻ പറ്റാതെ അവരുടെ തോക്കന്റെ മുമ്പിൽ എന്റെ മക്കളുടെ ജീവന് വേണ്ടി എനിക്ക് യാചിക്കേണ്ടി വന്നു. നീയും കൂടി ഇതിനെല്ലാം കാരണമാവുമെന്ന് ഞാൻ കരുതിയില്ല. എന്തിനാ എന്നോട് കള്ളം പറഞ്ഞിട്ട് പോയത്? ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കിപ്പോ സത്യം ചെയ്തു തരണം. എന്നിട്ട് മതി അകത്തോട്ട് കയറുന്നത്. വെറുതെ കള്ളസത്യം ചെയ്തിട്ടിപ്പോ എന്ത് കാര്യം? എരുതിയിൽ എണ്ണ ഒഴിക്കരുത്. ഓരോന്ന് പറയുമ്പോ പലതും ഓർമ്മ വേണം. ഇവിടെ സംഭവിച്ചതിനൊക്കെ ഞാനും കൂടി കാരണക്കാരനായതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ വീട്ടിലുള്ളവരെല്ലാം എന്റെ ബന്ധുക്കളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ആപത്ത് വരുമെന്നറിഞ്ഞാൽ എന്റെ ജീവൻ നഷ്ടപ്പെടുത്തി ഞാനത് തടയാൻ നോക്കും. ഈ കുടുംബത്തിലുള്ളവർക്ക് നേരെ കൊലവിളിയുമായിട്ട് വരുന്നവർ ആരായിരുന്നാലും അവരെ എതിർക്കാൻ ഞാൻ ഏറ്റവും മുന്നിൽ തന്നെ ഉണ്ടാകും. സ്നേഹയോട് കള്ളം പറഞ്ഞെന്നുള്ളത് സത്യമാണ്. പക്ഷെ അനൂപേട്ടനെ രക്ഷിക്കാൻ പോകുന്ന സച്ചിയേട്ടൻ അപകടത്തിലാവും എന്നറിഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഒഴിഞ്ഞു മാറി കൈയും കെട്ടി നോക്കി നിൽക്കണം.
ഞാൻ പോയി. സച്ചിയേട്ടനോടും അർച്ചനടുത്തോടും ഒപ്പം നിന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു. അതിനാ സ്നേഹ ഇപ്പൊ എന്നെ വിചാരണ ചെയ്യുന്നത്. എനിക്കൊരു ജീവിതം തന്നത് ഈ വീടാ. അത് ഞാൻ മറക്കത്തില്ല. സച്ചേട്ടനൊരു അപകടം പറ്റിയ നിങ്ങൾ പോയി രക്ഷിക്കണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. ഇതിപ്പോ നിങ്ങൾ ആർക്ക് വേണ്ടിയാ പോയത്? അനുപേട്ട നിങ്ങളുടെ ആരാ? ബന്ധുവാണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല ഒരാളെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ഇവിടെയുള്ളവരെയും വൃന്ദാവനത്തിലുള്ളവരെയും ഞാൻ രണ്ടായി കണ്ടിട്ടില്ല. സച്ചേട്ടന്റെ ബന്ധുക്കൾ എന്റെയും ബന്ധുക്കളാ. അങ്ങനെ കണ്ടിട്ടുള്ളൂ. എന്നാ ഇനി അങ്ങനെ കാണണ്ട. വല്ലവർക്കും വേണ്ടി പോയി തല്ലു വാങ്ങാൻ നിങ്ങൾ ആരാ? അവരുടെ ഗുണ്ടയോ? എന്നോട് ഈ വീടിനോടും അല്ലാതെ മറ്റാരോടും നിങ്ങൾക്കൊരു കടപ്പാടിന്റെ ആവശ്യമില്ല. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ലെന്ന് നിങ്ങളുടെ തല തൊട്ട് ഇപ്പൊ സത്യം ചെയ്യണം. സ്നേഹേ, നിന്റെയും അച്ഛന്റെയും മുൻപിൽ തോൽക്കാനും ക്ഷമ പറയാനും എനിക്കൊരു മടിയുമില്ല. ഇനി ഒരിക്കലും നിന്നോട് കള്ളം പറഞ്ഞിട്ട് ഞാൻ ഒരിടത്തേക്കും പോവില്ല. ഞാൻ നിനക്ക് വാക്ക് തരുന്നു. ഇനി നിന്നോട് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ എന്തും ചെയ്യൂ. ഇനി എന്നെ വിട്ടേച്ച് പോകല്ലേ ധനുഷ്. ധനുഷിന് എന്തെങ്കിലും പറ്റിയ എനിക്കത് സഹിക്കില്ല. എനിക്ക് ധനുഷ് മാത്രമേ ഉള്ളൂ. എന്നോട് കള്ളം പറഞ്ഞതിന്റെ ദേഷ്യവും സങ്കടവും സഹിക്കാതെ വന്നപ്പോ തല്ലിപ്പോയതാ. സോറി. അത് സാരമില്ല. എനിക്കൊരു തല്ലിന്റെ കുറവുണ്ടായിരുന്നു. അതിപ്പോ ശരിയായി. അച്ഛാ, മധുവിനെ പോലുള്ള ഗുണ്ടകൾ നേരിട്ട് മാത്രമേ ആക്രമിക്കൂ. പക്ഷെ ഒപ്പം നിന്ന് ചതിക്കുന്നവരെ അവസാനം വരെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. ഒപ്പം നിന്ന് ചതിച്ചതിപ്പോ ധനുഷ. അതിവിടെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. സ്നേഹയുടെ ഭർത്താവായതുകൊണ്ട് മാത്രമാ ധനുഷിനിപ്പോ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ പറ്റിയത്. അതുകൊണ്ട് ഒപ്പം നിന്ന് ചതിച്ചതിനെ കുറിച്ച് അധികം പറയാതിരിക്കുന്നതാ നല്ലത്. സംഭവിച്ചതിനൊക്കെ ധനുഷ് ക്ഷമ ചോദിച്ചല്ലോ. ഇനി അവനെ കുറ്റപ്പെടുത്തണ്ട. നിങ്ങളകത്തേക്കല്ലേ. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ആരുടെയും ജീവനോ ജീവിതമോ ഒന്നും നശിപ്പിച്ചിട്ടില്ല. സ്വന്തം ജീവൻ പോലും പണയം വെച്ച അനൂപേട്ടനെയും സച്ചിയേട്ടനെയും എന്നെയും എല്ലാം ഇതിൽ നിന്ന് രക്ഷിച്ചത് അത് അർച്ചനടുത്തിയ. ഞാൻ ആരുടെയും ഭാഗം പറഞ്ഞതൊന്നുമല്ല. എല്ലാവരെയും കീറി മുറിച്ച് വിചാരണ ചെയ്യുന്നതിനിടയിൽ മറന്നു പോകാതിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. കണ്ടില്ലേ അച്ഛാ, അർച്ചന കാരണം സ്നേഹയുടെ ജീവിതം ഇപ്പൊ താറുമാറായി. വരുന്നതൊക്കെ നേരിടുകയും അനുഭവിക്കുകയും ചെയ്യാം. അല്ലാതെ എന്താ ചെയ്യാം? ധനുഷിനെ സൂക്ഷിക്കണം. അവന്റെ ഉള്ളിൽ എന്നോട് അടങ്ങാത്ത പകയുണ്ട്. അവസരം കിട്ടിയ അവൻ എനിക്കെതിരെ തിരിയും. അവനെ അതിൽ നിന്ന് തടഞ്ഞേ പറ്റൂ. വരട്ടെ, എവിടം വരെ പോകും നോക്കാം. അമ്മേ, അച്ഛാ, ഞാൻ ഒരു കാര്യം പറയട്ടെ? എന്താ മോളെ? അച്ഛൻ ഇനി എങ്ങോട്ടും പോകരുത്. ഇല്ല മോളെ, അച്ഛൻ ഇനി ഒരിടത്തേക്കും പോവില്ല. പേടിക്കണ്ട കേട്ടോ. മോള് പോയേക്ക് അച്ഛന് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തുണ്ടോ. ചെല്ലേ.
നീ അവരോട് പെരുമാറിയ രീതി തീരെ ശരിയായില്ല. എത്രമാത്രം കഷ്ടപ്പെട്ടാണെന്നറിയോ അവരെന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്കറിയോ, അവരില്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ പോലും എനിക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു.